അസ്സലാമലൈക്കും വറഹമത്തുള്ള. പ്രിയമുള്ളവരെ, എന്താണ് മതപഠനം? നമുക്കെല്ലാവർക്കും അറിയാം മതം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നുള്ള കാര്യം. 21-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലത്താണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ യുഗത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെതായ മാറ്റത്തിരുത്തലുകളും മനുഷ്യരിൽ വന്നിട്ടുണ്ട്. കുഞ്ഞുമക്കളുടെ കാര്യം എടുത്തു പരിശോധിച്ചാൽ തന്നെ അവരെ സംബന്ധിച്ച് അവരുടെ വീടാണ് അവരുടെ പാഠശാല. ഓരോ കുഞ്ഞുമക്കളും അവരുടെ വീട്ടിൽ നിന്നാണ് ആദ്യത്തെ വിദ്യാഭ്യാസം അവർ പഠിച്ചെടുക്കുന്നത്. അതിന് നമ്മൾ നല്ലൊരു അധ്യാപകരാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെയാണ് നമ്മൾ മദ്രസയിൽ അവരെ കൊണ്ടുപോയി ചേർക്കുന്നത്. ചിലർ പാതി പഠിപ്പിൽ എത്തിയാൽ തന്നെ, അതായത് ഒരു 6ഓ 7ഓ ക്ലാസ് എത്തിയാൽ തന്നെ ചിലർ മദ്രസ പഠനം ഉപേക്ഷിപ്പിക്കും. പിന്നെ ഭൗതിക പഠനത്തിനായിരിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം പോലെ തന്നെ മതവിദ്യാഭ്യാസത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടെന്നുള്ള കാര്യം. നമുക്കറിയാം ഇന്ന് എത്ര കുട്ടികളാണ് മയക്കുമരുന്നിനും കള്ളിനും മറ്റു ലഹരി വസ്തുക്കൾക്കും അടിമപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം. അവരിൽ തീർച്ചയായും മതവിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പാണ്. ന്യൂ ജനറേഷൻ വിഭാഗത്തിൽ അധിക പേർക്കും മതവിദ്യാഭ്യാസം കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറവുകൾ അവർ കാണിക്കുന്നുമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് പഠിക്കണം എന്ന്. അത്രത്തോളം അറിവിന് റസൂലുള്ളാഹി വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്ന പ്രത്യേകിച്ച് മതപരമായ ഉസ്താദുമാരെ നാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം. അവർ പഠിപ്പിച്ചു തന്ന അറിവ് നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇഖ്ലാസ് ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് മതപഠനം പകർന്നു തരുന്നത്. അവർ മറ്റൊന്നും പ്രതീക്ഷിച്ചല്ല, നല്ല തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയും നാളെ ആഖിറത്തിലേക്കുള്ള നല്ല മക്കളാക്കി മാറ്റുക എന്ന ചിന്തയോടുകൂടെയുമാണ്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി അവരെ വാർത്തെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ വളരെ ചെറിയൊരു ലോകമാണുള്ളത്. മറ്റൊരു വലിയൊരു ലോകം നമ്മെ കാത്തിരിപ്പുണ്ട്. ഇവിടെ കുറച്ചു കാലം മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ. ദീർഘകാല ജീവിതം നാളെ പരലോകത്താണ്. അതിനുവേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങി തയ്യാറാവണം. അതിന് മതപഠനം വളരെ അത്യാവശ്യമാണ്. ഈ അവസരത്തിൽ ഞാൻ മതപഠനത്തിന് വേണ്ടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാദീദ് ഷെയ്ഖുന PKP ഉസ്താദ് അവർകളെ ഞാൻ ഓർക്കുന്നു. അവർ മതപഠന നേട്ടങ്ങൾക്ക് വേണ്ടി നയിച്ച പങ്ക് വളരെ വലുതാണ്. അവരെപ്പോലെ ഒട്ടനവധി ഉസ്താദുമാർ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. അവരുടെയൊന്നും പ്രയത്നം നമ്മൾ കാരണം തകരാൻ പാടില്ല. മറ്റു മതസ്ഥരെ പോലെയല്ല നമ്മൾക്ക് നമ്മുടെ മതമെന്താണെന്ന് അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ മതപഠനത്തിന് പ്രോത്സാഹനം കൊടുക്കുകയാണ് വേണ്ടത്. നാളത്തെ പരലോക ജീവിതത്തെക്കുറിച്ച് അവർക്ക് അറിവുണ്ടാകണം. മാത്രമല്ല, നാളെ അള്ളാഹുവിൻ്റെ പരലോക ജീവിതത്തിൽ ഒരു വഴികാട്ടിയാണ് മതപഠനം. മതം പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് നാളെ ആഖിറത്തിൽ വലിയ ഉന്നത സ്ഥാനമുണ്ട്. മതം പകർന്നു കൊടുക്കുന്ന ഒരു ഉസ്താദുമാരാക്കി നമ്മളിൽ ആരെയെങ്കിലും നമുക്ക് ആക്കി മാറ്റാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഖുർആൻ മനപ്പാടമുള്ള ഒരു വ്യക്തിയെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടായാൽ അവർക്ക് നാളെ പരലോകത്ത് വെച്ച് 40 പേരെ സ്വർഗത്തിൽ കയറ്റാനുള്ള അനുമതി ഉണ്ടാകും. നാളത്തെ ദീനിന്റെ തൂണാണ് ഉസ്താദുമാർ. അവരെ പിൻപറ്റി ജീവിച്ചാൽ നമുക്കും നാളെ ഉന്നത വിജയം കൈവരിക്കാം. മതപഠനത്തോടൊപ്പം നല്ല സ്വഭാവ രീതികൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. മൂത്തവരെ ബഹുമാനിക്കാനും ഇളയവരെ സ്നേഹിക്കാനും പറഞ്ഞു കൊടുക്കുന്നു. എത്ര പറഞ്ഞാലും തീരില്ല മതത്തെയും മതം പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെയും ആത്മം. ഇന്ന് ഏറ്റവും കൂടുതൽ വൈബിയച്ച് നടക്കുന്നത് മുസ്ലിം സമൂഹത്തിലാണ്. എന്താണ് അതിന് കാരണം? മതപരമായ അറിവ് അവന് ലഭിച്ചിട്ടില്ല എന്നുള്ള കാരണം തന്നെ. നമ്മൾ ഇനിയെങ്കിലും ചിന്തിക്കൂ, നമ്മുടെ മക്കളെ അവരുടെ കൂട്ടത്തിൽ കാണണോ വേണ്ടയോ എന്നുള്ള കാര്യം. മതപഠനത്തിൽ മാത്രമാണ് അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ കലാമിനെക്കുറിച്ചും അവൻ്റെ മുർസലുകളെക്കുറിച്ചും കിതാബുകളെക്കുറിച്ചും ദീനിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യം പഠിപ്പിക്കുന്നത്. അതിന് ഇന്ന് എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. മുമ്പൊക്കെ ഒരുപാട് ദൂരം താണിയാണ് മദ്രസയിലെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. പക്ഷെ എന്നാലും അവർ ആ മതപഠനത്തിന് അത്രമേൽ പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നാൽ വീട്ടിൻ്റെ മുറ്റത്തിറങ്ങിയാൽ ഇന്ന് മദ്രസ എത്തി. എന്നിട്ടും ഇന്നത്തെ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം കുറവാണെന്ന് പറയുമ്പോൾ ലജ്ജ തോന്നുന്നു. അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മൾ മാതാപിതാക്കളാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ബഹുമാനവും ലജ്ജയും സ്നേഹവും കുറവാണ്. കാരണം മതത്തെ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. നമ്മുടെ എല്ലാ മക്കളെ നല്ല സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.